നമുക്ക് ഇതേപോലെ ഒരു ലച്ച മസാല പ്രോട്ടീൻ ഉണ്ടാക്കിയാലെന്ന്. സമയം കളയുന്ന ഉടനെ വീഡിയോയ്ക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഈ റെസിപ്പി കൊണ്ട് നമുക്ക് 7 പൊറോട്ട ഉണ്ടാകാം. ഒരു ബോളിലേക്ക് ആട്ട 4 കപ്പ്, അജ്വൈൻ 1 ടീസ്പൂൺ, മേത്തി 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. അത് കഴിഞ്ഞ് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് പാലൊഴിക്കാം. ഞാൻ 2.5 കപ്പ് ഉപയോഗിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരാം ആട്ടയുടെ ക്വാളിറ്റി അനുസരിച്ചത്. ഇതേപോലെ അങ്ങോട്ട് വരും. പിന്നെ ഒരു 10 മിനിറ്റ് അങ്ങോട്ട് നന്നായിട്ട് കുഴയ്ക്കാം. അത് കഴിഞ്ഞൊരു ബോളിലേക്ക് മാറ്റാം. ഇച്ചിരി ഓയിൽ അതിൻ്റെ മുകളിലേക്ക് കണ്ട് ഒഴിക്കുക, ഒരു 1.25 കപ്പ്. അത് കഴിഞ്ഞൊരു 3 മിനിറ്റ് വീണ്ടും കുഴയ്ക്കുക. അത് കഴിഞ്ഞ് ടക്ക് ചെയ്യുക ഡോന്. ഇതേപോലെ ഉള്ളിലേക്ക് കയറ്റി ഡോ ചെയ്ത് ഒരു ബോളിലേക്ക് വെക്കുക. വീണ്ടും കുറച്ച് ഓയിൽ ഡ്രിസിൽ ചെയ്യുക. അത് കഴിഞ്ഞാൽ റബ്ബ് ചെയ്യുക, അടച്ചു വെച്ചേക്കാം. ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്തേ. നമുക്കിനി ഒരു സ്പൈസ് മിക്സ് ഉണ്ടാക്കാം. നെയ്യ് 1/2 കപ്പ്, മല്ലിയില 1/2 കപ്പ്, ക്യൂമിൻ പൗഡർ 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾ 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത് 3 എണ്ണം. ഇതെല്ലാം കൂടി ഒരു ബോളിലേക്ക് ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് സൈഡിലേക്ക് കണ്ട് വെച്ചേക്കാം. അരമണിക്കൂറായ ഡോ എടുത്ത് നമുക്ക് ബോളുകളാക്കാം. നമുക്ക് അതിനെ 7 ബോളുകളാണ് ആക്കേണ്ടത്. കുറച്ച് മൈദ തൂളി ഒന്ന് അമർത്തി കൊടുത്ത് നമുക്ക് തിന്നായിട്ട് അങ്ങോട്ട് പരത്താം. പേപ്പർ തിന്നായിക്കോട്ടെ. പരത്തി കഴിഞ്ഞിട്ട് നമ്മുടെ ആ സ്പൈസ് മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ 6 ആക്ട് ഫോൾഡിങ് മെത്തേഡ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കി കൊടുത്തേക്കാം. മടക്കി കഴിഞ്ഞു എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഇങ്ങനെ അങ്ങോട്ട് ചിറ്റിച്ച് അതിൻ്റെ അടിയിലേക്ക് അത് ടക്കിങ് ചെയ്യാം. അത് ഒന്ന് അമർത്തി കൊടുക്കാം. എല്ലാ പൊറോട്ടയും ഇങ്ങനെയായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സെസ്മി സീഡ് കറുത്ത എള്ള് അതും ചേർക്കാം. അത് കഴിഞ്ഞ് വീണ്ടും കൈ വെച്ചൊന്ന് പരത്തിയിട്ട് വീണ്ടും നമ്മുടെ റോളിംഗ് പിൻ വെച്ച് നന്നായിട്ട് പരത്തി തിന്നാക്കി എടുക്കാം. അത് കഴിഞ്ഞ് മീഡിയം ചൂടിൽ നമ്മുടെ കല്ല് വയ്ക്കുക. അതിലേക്ക് പൊറോട്ട ഇടുക. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക. അത് മറിച്ചിടുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ അങ്ങോട്ട് തെളിച്ചു കൊടുത്തേക്കുക. എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചിട്ട് വീണ്ടും കുറച്ചുകൂടി എണ്ണ തെളിച്ചു കൊടുത്ത് തിരിച്ചും മറിച്ചിട്ട് അതങ്ങോട്ട് നല്ല പുറത്തൊരിച്ചിരി ക്രിസ്പി അങ്ങോട്ട് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചേക്കാം. നോക്കി അതിൻ്റെ ലെയറുകൾ നോക്കി ഇതേപോലെ അങ്ങോട്ട് ലെയറുകൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി വെണ്ണ അങ്ങോട്ട് ഇട്ട് നമ്മുടെ ഉള്ളിക്കറിയും കൂട്ടിയിട്ട് പിടിച്ചേ. ലച്ച പൊറോട്ട റെഡി ആയിട്ട്, ലച്ച മസാല പൊറോട്ട റെഡി ആയിട്ട്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട്. ആദ്യം തന്നെ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യട്ടോ. നോക്കി നല്ല ഫ്ലേക്കി ആണ് കേട്ടോ. ഒറ്റയ്ക്ക് തിന്നാലും നല്ലതാ. കാരണം ആ നെയ്യും ആ സ്പൈസൊക്കെ കൂടി വരുന്ന നന്നായിട്ട്. ഞാൻ ട്രൈ ചെയ്യുന്നത് ഒടിയൻ കറിയുടെ കൂടെയാണ് കേട്ടോ. അതിന്റെ റെസിപ്പി വേണമെങ്കിൽ എന്റെ ചാനലിൽ എടുപ്പുണ്ട്. സൂപ്പർ, നല്ല കോമ്പിനേഷൻ ആണ്. ഉള്ളിക്കറിയും നമ്മുടെ പൊറോട്ടയും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ട്രൈ നോക്കണേ. ട്രൈ നോക്കി കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ. അപ്പൊ നടന്നിട്ടില്ലല്ലോ, എങ്ങനെ തിന്നണ്ടേ? ആസ്വദിച്ച്